ഇടയ്ക്ക് ഇത് കിട്ടും. ആണ്ടെ ഫോൺ നനച്ചാ ഇത്ര വെള്ളമുള്ളൂ. ആരുടെ നടുക്കാൻ ഓർക്കണേ. അല്ല അല്ല ഞാനൊരു കാര്യം പറയട്ടെ, ഇത്രയും നാള് ആങ്ങളമാരെ പറ്റിച്ച് ആങ്ങളമാരെ വാരി നിറച്ച് നിന്ന് കഴിയുമല്ലായിരുന്നോ? തന്നെ വാരി നോക്കപ്പോ അറിയാം. നീ മുങ്ങി വാരി നോക്കി. ആ പിന്നെ കൊള്ളാം. ഏതായാലും ഇതൊക്കെ മാറ്റി വെച്ചിട്ടേ വാരാവേ. ഹായ് ഫ്രണ്ട്സ്, ഗ്രീൻ ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഒരു ഉച്ചക്കർക്കാണ്. വീട്ടിൽ കുത്തിയിരുന്നപ്പം ആ അണ്ണൻ പറഞ്ഞ് നിനക്ക് കക്കാർച്ചി വേണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ആ വേണം. എന്നാൽ വാരാൻ പോകാം, പക്ഷെ നീ വന്നാലേ നിനക്ക് കക്കാർച്ചി തിന്നാൻ പറ്റുള്ളൂ, വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ ഒരു ഉച്ചക്കർക്കിൻ്റെ ഭാഗമായിട്ട്, അത് നട്ടുച്ചയ്ക്കാണ്, ഒരുമാതിരി ഒരു 12:30 ആ സമയമൊക്കെ ആയപ്പോഴാണ് ഇത് വാരാനായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. നല്ല ചൂടായിരുന്നു. അപ്പം കുറച്ച് തണുപ്പൂടെ കിട്ടുമല്ലോ വെള്ളത്തിലിറങ്ങുമ്പോൾ എന്നുള്ള രീതിയിൽ ഞാൻ കൂട്ടുപോകാമെന്ന് പറഞ്ഞ് വന്നതാണ്. ഓക്കെ, അപ്പോൾ വീട്ടിലോട്ട് പോകാം. കാണിച്ചേ, കലം വേണ്ടേ? പിന്നെ പെറുക്കണ്ടേ? കല പോകുമ്പോൾ ഒറ്റയടിക്കും എടുത്താൽ മതിയല്ലോ. നമ്മൾ കുട്ടനാടിൻ്റെ പരമ്പരാഗത രീതിയിലുള്ള ഒരു കക്കാവാരലാണ് ഉദ്ദേശിക്കുന്നത്, അതായത് മുങ്ങി വാരുക. ഈ വ്യവസായികാടിസ്ഥാനത്തിൽ വാരുന്നവരുടെ കയ്യിലാണെങ്കിൽ ഒരു ഇരുമ്പ് കമ്പിയൊക്കെ പിടിപ്പിച്ചിട്ടുള്ള ഒരു ഉപകരണം ഉണ്ടാവും, അവരതുകൊണ്ടാണ് വാരുക. നമ്മളിപ്പോൾ വീട്ടിലേക്ക് വാരുന്നത് കൊണ്ട് അങ്ങനെയൊന്നുമില്ല, മുങ്ങി വാരുവാണ്. പിന്നെ അതിൻ്റെ സ്റ്റോറേജ് ബോക്സ് ആയിട്ടുള്ളത് വീട്ടിലെ ഒരു കഞ്ഞിക്കലവും അങ്ങ് എടുത്തു. ഉണ്ടോ കാക്ക? കാലുകൊണ്ട് പെറുക്കാൻ പറ്റുമോ? എഫക്റ്റീവ് ആകണമെന്നില്ല, അതെ, വെള്ളത്തിറ കിടക്കാനോ. ആ ഇത്രയും കക്കുണ്ട്. അപ്പം ഞാനും കൂടെ ഇറങ്ങാം. അങ്ങനത്തൊന്നുമില്ല, കാലുകൊണ്ട് പെറുക്കും. കക്ക എങ്ങനെ ഈ വെള്ളത്തിനടിയിൽ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ, ഉണ്ടാകുന്നതല്ല, അതെങ്ങനെ ഇരിക്കുന്നതെന്ന് വെച്ചാൽ, അതിൻ്റെ അടിയിൽ മണ്ണുണ്ടാകും, നല്ല ചെടി ഉണ്ടാകും, അതിൻ്റെ മേളിലായിട്ട് മേളിലിങ്ങനെ വന്ന് കൂട്ടമായിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പം നമ്മൾ ഇത് കൂട്ടമായി ഇങ്ങനെ വാരിയിട്ട് അതിൽ നിന്ന് ചെളി കഴുകി വാരിയെടുക്കുക ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഈ വാരുന്ന പുഴയെന്ന് പറഞ്ഞാൽ ശരിക്കും പമ്പയാറിൻ്റെ കൈവഴിയാണ്. ഇതിന് കുറേ തട്ടുകളാണ്. ഇപ്പം നമ്മൾ നടുക്കാണുള്ളത്, പക്ഷേ അവിടെ എത്തുന്നുണ്ട്. കുറച്ചങ്ങോട്ട് മാറി ബോട്ട് ചാലാണ്, അവിടെ നല്ല ആഴമാണ്. ആ സ്പീഡ് ബോട്ട് പോയതിൻ്റെ നല്ല ഓളമുണ്ട്. വള്ളത്തിൽ ഇങ്ങനെ പരിചയമുള്ളത് കൊണ്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ പാടാണ്. ഇതാണ് കക്ക. ഇതിനുള്ളിൽ, ഈ ഷെല്ലിനുള്ളിലാണ് അതിൻ്റെ ഇറച്ചി ഉള്ളത്. അത് നമ്മൾ എടുക്കും. വേണ്ട, ഫ്ലോപ്പ് ഒരു ഫ്ലോ ഇല്ല. നമ്മൾ ദൂരെ എങ്ങും പോയിട്ടൊന്നുമില്ല. വീട്ടിൽ നിന്ന് ഒരു 100-150 മീറ്റർ ഇപ്പുറത്ത്, അത്രേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ കുട്ടനാട്ടിലെ കോസ്റ്റ് ഓഫ് ലിവിങ് വളരെ കുറവാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഉള്ളവരെല്ലാം ആഹാരത്തിനായി, അതായത് ചോറിന് കറിയായിട്ട് ഉപയോഗിക്കുന്നത് മീൻ അല്ലെങ്കിൽ ഇങ്ങനെ കക്ക അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ്. അതൊന്നും നമുക്ക് പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരുന്നില്ല. അല്ലെ അങ്ങനെ പൈസ കൊടുത്ത് വാങ്ങുന്നവർക്കാണെങ്കിൽ തന്നെ അധികം എമൗണ്ട് വരുന്നില്ല ബാക്കിയുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ തേങ്ങയ്ക്കൊക്കെ നല്ല വിലയാണല്ലോ, അതൊന്നും നമുക്ക് പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരുന്നില്ല. തേങ്ങയിൽ നിന്ന് തന്നെ വെളിച്ചെണ്ണ, ചോറിന് അരി, പിന്നെ രാവിലത്തെ പ്രഭാത ഭക്ഷണമൊക്കെ ഉണ്ടാക്കാനുള്ള പൊടി ഈ നെല്ല് തന്നെ കുത്തിച്ച് തന്നെ നമ്മൾ പൊടിയാക്കിയെടുത്ത് അരിപ്പൊടിയായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പം അത് വളരെ കുറവാണ്. പിടിക്കുമ്പോൾ അറിയാൻ പറ്റുമല്ലേ? പിന്നെ ചെളിയുടെ മേളിലാണ് കിടക്കുന്ന, നേരെ കിടക്കുക. വാരി ചെല്ലിട്ട് മൊത്തം ഇത് തട്ടുക. കാണാൻ പറ്റുന്നു. അല്ല, നമ്മളിവിടുന്ന് പോകുന്ന പോലും അടച്ചതാ. അതിൻ്റെ ഏര പിടിക്കാൻ വേണ്ടി തുറന്നിരിക്കുന്ന. നമ്മൾ പെട്ടെന്ന് അടിക്കുമ്പോഴല്ലോ നാക്ക് കയറി നമ്മൾ ചില ആക്രാന്തം പിടിച്ച് ചോറുണ്ണുമ്പോൾ നാക്കൊക്കെ അടിക്കത്തില്ലേ, അതാണ്. അയ്യോ, ഇനി ഇത് തുറക്കുന്ന എപ്പോഴായിരിക്കുമോ?
കുറച്ച് നേരം വെള്ളത്തിലിങ്ങനെ പിടിക്കാം, അത് തുറക്കുമായിരിക്കും. അയ്യോ പോയി. ഇതിനിടയ്ക്ക് ഇത് കിട്ടും. പുല്ലുന്നാണേ പോട്ടെ, ആവശ്യമില്ല. കട്ടി കൂടുതലുണ്ടല്ലേ? നമ്മൾ കൊണ്ടുവന്ന സ്റ്റോറേജ് ബോക്സിൻ്റെ ഒരു കാൽഭാഗത്തോളം കക്ക വാരി കഴിഞ്ഞു. അങ്ങോട്ട് മാറി കിടക്കും, നിരന്ന് കിടക്കും. കൈ എത്തുന്ന പരിസരം മൊത്തം ഞാൻ മാറി. നമ്മുടെ കക്കവാരിലെല്ലാം കഴിഞ്ഞ് നമ്മൾ കരയ്ക്ക് വന്ന് ഞാനും വെള്ളത്തിലിറങ്ങി. പക്ഷെ നമ്മൾ രണ്ടുപേരും വെള്ളത്തിലിറങ്ങുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്നിട്ട് ഇനി നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ കക്കയെല്ലാം വാരി പുഴുങ്ങണം. എന്നിട്ട് വേണം ഇതിനകത്തൊന്ന് ഇറച്ചി എടുക്കാനായിട്ട്. മുളക്കകത്ത് കൂടെയോ? കാലേ കൊണ്ടോ? കുടിഞ്ഞോ? അതെന്തായാലും നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഈ കക്ക നന്നായിട്ട് കഴുകും, എന്നിട്ട് ഇത് അടുപ്പ് വെച്ച് പുഴുങ്ങും. അച്ഛൻ കുളിക്കാൻ ഇറങ്ങിയ സമയത്ത് കുറച്ച് കക്ക വാരിയതാണ് ആ ബക്കറ്റിലുണ്ടായിരുന്നു. അതും കൂടി നമ്മൾ ഈ കൂട്ടത്തിലെടുക്കും. നമ്മൾ വാരിയതൊരു പാത്രത്തിന് കൂടുതലുണ്ടായിരുന്നു. ആ കലത്തിന് പാത്രം കൂടുതൽ നമ്മൾ തന്നെ വാരിയിട്ടുണ്ട്. നമ്മൾ വരുന്നേക്കാൾ വലിയ ഒട്ടും വെള്ളം ചേർക്കാതാണ് കക്ക അടുപ്പ് വെക്കുന്നത്. കക്കയ്ക്കകത്ത് ഓൾറെഡി വെള്ളം ഉള്ളതുകൊണ്ട് ചൂടാകുമ്പം അത് തിളച്ചിറങ്ങുക ചെയ്യുന്നത്. നന്നായിട്ട് തിളച്ച് കഴിയുമ്പം ഈ കക്കയെല്ലാം തുറന്ന് അതിൻ്റെ ഇറച്ചിയെല്ലാം പുറത്ത് വരും. അതിനുശേഷം നമ്മളിതൊന്നുകൂടി വെള്ളം ഒഴിച്ച് തണുപ്പിച്ചിട്ട് ഇതെല്ലാം ഇറച്ചി പെറുക്കിയെടുക്കുക ചെയ്യുന്നത്. നമുക്ക് ഈ കക്ക പെറുക്കാനുള്ള എളുപ്പത്തിന് തോട് പെറുക്കി മാറ്റും. അവസാനം ഇറച്ചി മാത്രമാകുമ്പോൾ ഇറച്ചി എടുക്കാൻ എളുപ്പമാണ്. തോട് പെറുക്കാനാണല്ലോ എളുപ്പം. അതുകൊണ്ട് നമ്മൾ തോട് മാത്രം പെറുക്കും, ഇറച്ചി അതിനകത്തോട്ടിടും. ഈ കക്കയുടെ തോട് കൊണ്ട് വേറെ ഉപയോഗമുണ്ട്. ഇത് നീറ്റിയാണ് നമ്മൾ നീറ്റൊക്കെ ഉണ്ടാക്കുന്നത്. അത് മറ്റേ മണ്ണിൻ്റെ അസിഡിറ്റി കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കും. നമ്മൾ വാരിയ കക്ക പൊളിച്ച് വന്നപ്പോൾ നമുക്ക് ഇത്ര ഇറച്ചിയാണ് കിട്ടിയത്. ഇനി നമുക്കിത് കറി ആവണമെങ്കിൽ പ്രോസസ്സ് ഇനിയും ഉണ്ട്. ഇതിന് ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട് പിന്നെ വേവിക്കണം. അങ്ങനെ കുറേ പ്രോസസ്സുണ്ട്. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാനായിട്ട് ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നിടം വരെ ബൈ.